അപ്പോൾ ലാസ്റ്റ് വരെ കാണണം. എന്താണ് ബർത്ത്ഡേ സർപ്രൈസ് എന്ന് അറിയേണ്ടത്. വലിയ സർപ്രൈസ് ആണ് കേട്ടോ. അപ്പൊ മാറിക്കോ, എഴുന്നേറ്റ് പോ, റൂമിൽ പോയിരിക്കും. 6 വർഷം മുമ്പ് വന്ന ഫോട്ടോ പ്രിയടയിൽ ഇരിക്കുന്നത്. നോക്ക് പ്രിയനെ. ബാഗ് ഉണ്ട് കുറച്ചുകൂടെ. ഇവിടെ ഫീഡിങ്ങിന് ലൈറ്റ് ഒന്നുമില്ല. കുറച്ച് ഇങ്ങോട്ട് റൈറ്റിലോട്ട് പോവാം. റൈറ്റില് കുറച്ചും കൂടെ റൈറ്റില്. നീ അവിടെ ഒന്ന് ഇരുന്നേ. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു എ ന്യൂ വ്ളോഗ്. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് തായ്ലൻഡിലാണ്. ഇന്ന് എന്താത്ത സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ദിലുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇന്നലെ രാത്രി ഞങ്ങൾ ഫ്ലൈറ്റ് കയറി തായ്ലൻഡിലെത്തി. ഇന്ന് രാവിലെ വന്നപ്പോൾ തന്നെ ഞാൻ ദിലുവിനെ വിഷ് ചെയ്തായിരുന്നു. അപ്പോൾ ഇപ്പോൾ ദിലു കിടന്ന് ഉറങ്ങുക. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് റെഡി ആയിട്ട് ഞങ്ങൾ പുറത്തോട്ട് പോകാൻ പ്ലാനിലാണ്. അപ്പോൾ ഞാനിവിടെ ഹോട്ടലിൽ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് കേക്ക് സർപ്രൈസായിട്ട് കൊടുക്കും. അത് കൂടാതെ ഈ വ്ളോഗ് നമ്മളിന്ന് ജസ്റ്റ് ഇവിടെ പുറത്തൊക്കെ പോകാനുള്ള പ്ലാനാണ്. പക്ഷേ ദിലുവിന് അറിയില്ല, ഈ വ്ളോഗിന് അവസാനം ഒരു വലിയ സർപ്രൈസ് ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. അതായിരിക്കും ബർത്ത്ഡേ ഗിഫ്റ്റ്. അപ്പോൾ ഈ വ്ളോഗ് എൻ്റെ വരെ കാണുക. ആ വലിയ ഗിഫ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇപ്പോൾ കേക്ക് കൊണ്ട് ദിലുവിന് കൊടുക്കാനാണ് പ്ലാൻ. സത്യം പറഞ്ഞാൽ എല്ലാ ബർത്ത്ഡേക്കും വേദുവും ഞാനും കൂടിയാണ് കേക്ക് സർപ്രൈസായിട്ട് ദിലുവിന് കൊണ്ട് കൊടുക്കാറ്. പക്ഷേ ഇത്തവണ വേദു ഇല്ല. എന്താ വെച്ചാൽ ഇതൊരു ലോങ് ട്രിപ്പ് ആയതുകൊണ്ടിട്ട് വേദുവിന് ക്ലാസ് പോകും, സ്കൂൾ കട്ട് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ ശരിക്കും വേദുവിനെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കേക്ക് കൊടുത്തിട്ട് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ലാസ്റ്റ് വരെ കാണണം. എന്താണ് ബർത്ത്ഡേ സർപ്രൈസ് എന്ന് അറിയേണ്ടത്. വലിയ സർപ്രൈസാണ് കേട്ടോ. അപ്പോൾ ഗൈസ് ഇതാണ് കേക്ക്. കേക്കൊന്നും അല്ല, പക്ഷേ ഇതാണ് എൻ്റെ ചെറിയൊരു കേക്ക്. Happy birthday to you. Happy birthday to you. Happy birthday dear Dillu. Happy birthday to you. Thank you so much. സർപ്രൈസ് ആയാ? ഞാൻ രാവിലെ വിഷ് ചെയ്തല്ലേ. ചെറിയൊരു കേക്ക്. താങ്ക് യു. എനിക്ക് ഒരുപാട് പേര് വിഷസ് അയച്ചിട്ടുണ്ടായിരുന്നു. സോ എല്ലാവരോടും താങ്ക് യു പറഞ്ഞ് വേദുവിനെ മിസ് ചെയ്ത് എനിക്ക് ക്യാൻഡിൽ ബ്ലോ ചെയ്യാണ്. ലെറ്റ് ഇറ്റ് ബി എ ഗ്രേറ്റ് ഇയർ. എനിക്ക് ക്ലാപ്പ് ചെയ്യാൻ പറ്റുമോ ഫോണും പിടിച്ചോണ്ട്? താങ്ക് യു. ഇന്നാ ബർത്ത്ഡേ ബോയ് ആദ്യം കഴിക്കേ. ബർത്ത്ഡേ ബോയ്ക്ക് ആദ്യം തരാം. യുവർ ഫേവറേറ്റ്. ദില്ലു കഴിച്ച പാതി പ്രിയ കഴിക്കുന്നു. ഇത് കേക്ക് അടിപൊളിയാണ്. റെഡ് വെൽവെറ്റ് ഒരു കേക്ക്. പക്ഷെ ഇത് നോക്ക്, അവര് സ്പെഷ്യൽ ആയിട്ട് വെച്ചിരിക്കുന്നത്. എന്തൊരു ഡീറ്റെയിലിംഗ് ആ നോക്ക്, എല്ലാം ഭയങ്കര റിയൽ പോലെ ഇരിക്കുന്നത്. അടിപൊളി. അപ്പൊ പ്രിൻസ് താഴെയുണ്ട്, പ്രിൻസിനെ പോയി വിളിച്ചോണ്ട് വരാം. അപ്പൊ ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. അങ്ങനെ ഞങ്ങൾ ബാങ്കോക്കിലാണ് ജസ്റ്റ് ഫോർ 1 ഡേ. ആക്ച്വലി ഇന്നൊരു ദിവസം, നാളെ വൈകുന്നേരം ഞങ്ങൾ യാത്ര ചൈനയിലേക്ക് പോവാണ്. സോ ഒരു ബർത്ത്ഡേ സെലിബ്രേഷനും പിന്നെ ചൈന പോകണമെങ്കിൽ ബാങ്കോക്ക് വഴി പോകുന്നതാണ് ഏറ്റവും ചീപ്പ്, ഗാങ്ജോയിലേക്ക്. സോ വി ആർ ഹിയർ ഇൻ എ ബ്യൂട്ടിഫുൾ ഹോട്ടൽ. ഇത് എസ്ഒ ബാങ്കോക്ക് എന്ന് പറഞ്ഞ ഹോട്ടലാണ്. ഇതിനെ മാത്രമായിട്ട് വ്ളോഗ് ചെയ്യാനുണ്ട്, പക്ഷെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ സോഫിറ്റൽ എന്ന് പറഞ്ഞ എക്കോർ ഗ്രൂപ്പിന്റെ ഒരു ഫ്രഞ്ച് ഗ്രൂപ്പാണ് എക്കോർ ഗ്രൂപ്പ്. സോഫിറ്റൽ എന്ന് പറയുന്ന അവരുടെ ഏറ്റവും ഒരു ടോപ്പ് ലക്ഷറി കാറ്റഗറിയിൽ വരുന്ന ഒരു ഹോട്ടലുണ്ട്. അതിന്റെ തന്നെ ബുട്ടീക്ക് ഹോട്ടലാണ് ഈ എസ്ഒ ബാങ്കോക്ക് എന്ന് പറയുന്നത്. ഇതിന്റെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് 7 ഡിസൈനേഴ്സ് കൂടെയാണ് ഈ ഹോട്ടൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിലൊരു ഫേമസ് ആയിട്ടുള്ള തായ് ഡിസൈനേഴ്സ് ഉണ്ട്. പിന്നെ ക്രിസ്ത്യൻ ലെക്കോൺ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് ഡിസൈനർ ഉണ്ട്. ഈസ് എ ഫാഷൻ ഡിസൈനർ. പക്ഷെ പുള്ളിയുടെ ഇമ്പാക്റ്റും ഉണ്ട് ഈ ഹോട്ടലിൽ. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട്, ഇതിൽ 5 എലിമെന്റ്സ് ആയിട്ടാണ് അവർ ഫുൾ റൂംസ് ആണെങ്കിലും ബാക്കിയുള്ള ഏരിയ മെയിൻ ആയിട്ട് റൂംസ് ആണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. സോ വുഡ് ഉണ്ട്, അതുപോലെ എർത്ത്, ഫയർ, മെറ്റല്,
പിന്നെ ഏതായിരുന്നു ഒരെണ്ണം കൂടെ ഉണ്ട്, വാട്ടർ. ഈ 5 എലിമെന്റ് ആയിട്ടാണ് അവർ ഒരു റൂം ചെയ്തിരിക്കുന്നത്. ഞങ്ങൾക്ക് കിട്ടിയ വുഡ് റൂമാണ്. ഞാൻ എന്തായാലും റൂം കലങ്കോലായി ഞങ്ങൾ കിടക്കുമായിരുന്നു. ജസ്റ്റ് ഒന്ന് റൂം കാണിച്ചു തരാം. ആൻഡ് ബാക്കി ലോബി ഏരിയയും പൂൾ ഏരിയ ഒക്കെ പറ്റുമെങ്കിൽ കാണിക്കാം. ആൻഡ് ദെൻ ചെറിയായിട്ട് ഒരു ഫുഡും ഒരു ഹാപ്പി വ്ളോഗ് ആയിരിക്കും. ഇത് ഹാപ്പി ബർത്ത്ഡേ അല്ലേ, അതുകൊണ്ട് ഒരു ചെറിയൊരു ഹാപ്പി വ്ളോഗ് ആയിരിക്കും ഇത്. ഫസ്റ്റ്ലി ഇത് ലുംപിനി പാർക്ക് എന്ന് പറഞ്ഞാൽ ബാങ്കോക്കിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പാർക്കിന്റെ ഓപ്പോസിറ്റ് ആണ്. സോ ലൊക്കേഷൻ സ്റ്റണ്ണിങ്. പിന്നെ നിങ്ങൾക്ക് ഇവിടെയൊക്കെ കാണാം ഇതുപോലെ വുഡൻ എലിമെന്റ്സ്, എല്ലായിടത്തും വുഡൻ എലിമെന്റ്സ് ആണ്. ഇതുപോലെ വുഡ് പാനലിങ്ങും അവർ നന്നായി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും വുഡൻ ഫ്ലോറിങ്ങും അതുപോലെ തന്നെ അവരുടെ ഡീകോർ ആണെങ്കിലും വുഡ് വെച്ചാണ് ചെയ്തിരിക്കുന്നത്. സോ റൂം ഇസ് വെരി ഗുഡ്, വെരി ബ്യൂട്ടിഫുൾ. ബാത്റൂം വരെ ഒരു കിടിലൻ ടബ് വരെ ഉണ്ട്. ഇത് കണ്ടോ, നല്ല പാനലിങ്. ബാത്റൂം ഡോറൊക്കെ വുഡ് പാനലിലാണ് ചെയ്തിരിക്കുന്നത്. ബാത്റൂമിലെ ഡീകോറും വുഡാണ്. അതുപോലെ തന്നെ നല്ല കിടിലൻ ടബ് ഉണ്ട്. പിന്നെ ഓബിയസ്ലി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷവർ ഏരിയയും അതുപോലെ തന്നെ ടോയ്ലറ്റ്സ് എല്ലാം അവൈലബിൾ ആണ്. ടബ് കണ്ടിട്ട് ഭയങ്കര ടെംപ്റ്റിംഗ് ആയിട്ടുണ്ട്. ഇവിടുത്തെ പൂളൊക്കെ അടിപൊളിയാണ്. സോ ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ പ്രോപ്പർട്ടി വിത്ത് ബ്യൂട്ടിഫുൾ ഡെക്കറേറ്റഡ് റൂംസ് ആൻഡ് ആൻ അമേസിംഗ് വ്യൂ. ഇതുവരെ എന്ത് രസം, ഷാഡോ വെച്ചാണ് ഓരോരോ റൂം നമ്പർ മാർക്ക് ചെയ്തിരിക്കുന്നത്. എങ്ങനെയുണ്ട് ഞങ്ങളുടെ സെറ്റപ്പ്? ബർത്ത്ഡേ വിഷ് ചെയ്തില്ലല്ലോ. താങ്ക് യു. Many happy returns of the താങ്ക് യു. ഈ വർഷം പൊളിക്കണം നമുക്ക്. ഈ വർഷം ബർത്ത്ഡേ ഡേ ആയിട്ട് കംപ്ലീറ്റ്ലി ബിസിനസ് പ്ലാൻസ് ഇന്നല്ലേ ഫുൾ, ഇന്ന് തൊട്ട് ഫുൾ പ്ലാനിങ് ആ. ഓക്കെ, സൂഷി കഴിക്കാൻ കൊണ്ടുപോകണം പ്രിയ പറഞ്ഞിട്ടുണ്ട് കേട്ടാ. ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പൊ പറയില്ല, പക്ഷെ അവിടെ പോയി നോക്കുമ്പോ എനിക്ക് 2 കൂടെ ഓർഡർ ചെയ്യാമെന്ന് ചോദിക്കും കേട്ടാ. അതെ, ഈ മിനി ബാറിലുള്ള ഒക്കെ കോംപ്ലിമെന്ററി ആണ്. എല്ലാം തീർത്തോടെ നോക്കട്ടെ എന്തൊക്കെ ഉണ്ടെന്ന്. മിനി ബാറിന്റെ അകത്ത് പ്രിയ ഇത് കുടിച്ചോ, കരിക്ക്. ഇതെന്താ? ഓ ദേ ഗ്ലാസ് ജെല്ലി. നമുക്ക് ഇതുണ്ട്, ഇത് പൊട്ടിച്ചോ, ലെമൺ ഗ്രാസ്. നമുക്ക് കുടിക്കാം, തുടങ്ങാം. എങ്ങോട്ടാ ഇതൊക്കെ ഇട്ട്? ഷോപ്പിംഗ് ഒന്നും ഇല്ല ഇന്ന്. ഫുഡ് കഴിച്ചിട്ട് ഇപ്പൊ വരും തിരിച്ച്. നമ്മള് ഒരു സ്ഥലത്തോട്ട് ഇറങ്ങുമ്പോ എല്ലാം കരുതണമല്ലോ. അത് വേണം. വലിയ ബാഗ് എടുക്കണ്ടല്ലോ, 2 ഫോൺ മാത്രമേ ഉള്ളൂ. ഞാൻ ഇപ്പഴറിയണ റൂമില്. ഇവിടെ റൂമിൽ അവര് പറഞ്ഞു ഇന്നത്തെ എല്ലാം കോംപ്ലിമെന്ററി ആണ്. എല്ലാ ദിവസവും അതെനിക്കറിയില്ല, മെമ്പർ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോ. കരിക്ക് സൂപ്പർ അല്ലേ, എല്ലാം സൂപ്പർ. ഭയങ്കര സൂപ്പറാ. പക്ഷെ ജെഫറിന് എന്തൊന്നും ഇവിടുത്തെ ഇഷ്ടമല്ല. നല്ല മധുരം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ കണ്ട ഭയങ്കര ഹിഡൻ ഡീറ്റെയിൽസ്. ഒരു പംകിൻ പോലെയൊക്കെ ഇല്ലേ, പക്ഷെ അകത്തത് കോഫി സാഷേസ് ആണ്. എല്ലാം ഇവിടെ ഒരു യുണീക്നെസ് ഉണ്ട്. എവറി കോർണർ ദേ ഹാവ് ടേക്കൺ കെയർ ഓഫ് ആൻഡ് മെയ്ഡ് ദിസ് ഹോട്ടൽ യുണീക്, വെരി യുണീക്. ലോബി അടിപൊളിയാ, ലോബിയും കാണിച്ചു തരാം. ഞങ്ങൾക്ക് ആക്ച്വലി നല്ല വ്യൂ ഉള്ള സ്ഥലമല്ല, അപ്പുറ സൈഡാണ് നല്ല വ്യൂ, ലുംപിനി പാർക്കിൽ. അതിപ്പോ ലോബി പോകുമ്പോൾ കാണിച്ചു തരാം. ഇവിടുന്ന് സിറ്റി, ഫുൾ സിറ്റി വ്യൂ ആണ്. സോ ഇതാണ് ഹോട്ടലിലെ ലോബി. ഒരു ബ്യൂട്ടിഫുൾ സെന്റർ പീസ് എന്ന് പറയുന്ന ലോബി തന്നെ ഇതുപോലെ ഒരു ബ്യൂട്ടിഫുൾ ബാർ ഉണ്ട്. ദാറ്റ് ഇസ് സ്റ്റണ്ണിങ്. വെയിറ്റിംഗ് ഏരിയ ഇസ് ബ്യൂട്ടിഫുൾ. പക്ഷെ ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്ന ഇവിടെ നിന്നുള്ള ലുംപിനി പാർക്കിന്റെ വ്യൂ ആണ്. ജസ്റ്റ് സീ ഹൗ സ്റ്റണ്ണിങ് ഇറ്റ് ഇസ്. ലുംപിനി പാർക്ക്, യാ ബാങ്കോക്ക് സ്കൈ ലൈൻ ഓവർ ഹിയർ. നല്ല കിടിലൻ ആംബിയൻസ് ആണ്. ആക്ച്വലി ഇവിടെ കൂടെ നടക്കാനും ഈവനിങ് ഒരു പാർക്ക് പോലെ, ഒരു പിക്നിക് പോലെ ചെയ്യാനൊക്കെ അടിപൊളിയാണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ. മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിനുമ്പ് പോയി സൂക്ഷി കഴിക്കട്ടെ. ജസ്റ്റ് ഫീലിംഗ് സ്പെഷ്യൽ. ഈ ഒരു പ്ലേസ് സ്പെഷ്യലാണ്, ഇതൊരു ഡേ സ്പെഷ്യലാണ്. ഈ വിൻഡോന്റെ ഹൈറ്റ് തന്നെ ഏകദേശം മറ്റൊരു വാൾ ടു സീലിംഗ് എന്നുള്ള രീതിയിലുള്ള, ഫ്ലോർ ടു സീലിംഗ് എന്നുള്ള കോൺസെപ്റ്റിലാണ് മൊത്തം ഈ ഒരു സൈഡ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒക്കെ എലമെന്റ്സ് കണ്ട, ഇതൊക്കെ ഫയറിൽ ഇവിടെ ചെയ്ത് വെച്ചിരിക്കുന്നവർ. ആൻഡ് നമ്മുടെ ഈ ഹോട്ടലിന്റെ എൻട്രൻസിൽ തന്നെ ജസ്റ്റ് ലുക്ക് വാട്ട്സ് ദ കോഫി ഷോപ്പ് ദേ ഹാവ്. ചോക്കോ ലാബ്, എക്സ്പെരിമെന്റൽ മെൽറ്റിംഗ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലൊക്കെയാണ്. സോ ഐ തിങ്ക് സോ ദേ മേക്ക് റിയലി ഗുഡ് ഹോട്ട് ചോക്ലേറ്റ്സ്. സമയം കിട്ടുവാണെങ്കിൽ ഇവിടുന്ന് വന്നൊരു ഹോട്ട് ചോക്ലേറ്റ് ഈവനിങ് കുടിക്കാം. ഇത് നോക്ക്, ഓ ഇത് കോണില് ചോക്ലേറ്റ് നിറച്ചിട്ട് അതിൻ്റെ അകത്താണ് കോഫി നിറയ്ക്കുന്നത്. കോണില് ചോക്ലേറ്റ് വെച്ച് കോട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് കോഫി ഒഴിച്ചു തരുന്നു. ട്രൈ ചെയ്യണം, പോയിട്ട് വന്നിട്ട് നോക്കാം. ആക്ച്വലി ലൊക്കേഷൻ വൈസ് ഈ ഹോട്ടൽ അടിപൊളിയാണ്. എന്ത് രസമല്ലേ, വെളിയിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു സ്കൈ സ്ക്രേപ്പർ പോലെ തോന്നും, പക്ഷെ അകത്ത് ഭയങ്കര എസ്തെറ്റിക് ആണ്. എസ്ഒ ബാങ്കോക്ക്, ഇതാണ് എസ്ഒ. ആൻഡ് അവിടുന്ന് നേരെ നമ്മൾ നടന്ന് വന്ന് തൊട്ടടുത്ത് തന്നെ MRT സ്റ്റേഷൻ ഉണ്ട്. പക്ഷെ നമ്മൾ പോകുന്ന വൺ ബാങ്കോക്ക് എന്ന് പറഞ്ഞ മോളിലാണ്. അത് ഈ ഷെഡിയുടെ തൊട്ട് ബാക്കിലാണ്. സോ ഈ ഒരു സറൗണ്ടിങ് ഏരിയ ഇസ് ഓൾസോ വെരി കൺവീനിയൻറ്റ്. ട്രാവൽ ചെയ്യാനാണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് മോളും ഷോപ്പിങ്ങും അതൊക്കെ ഉണ്ടെങ്കിലും നല്ലതാണ്. സോ ഇതാണ് ആക്ച്വലി വൺ ബാങ്കോക്ക് എന്ന് പറഞ്ഞ മോള്.
വെരി വെരി ബ്യൂട്ടിഫുൾ. പക്ഷേ ഞാൻ കേട്ടിരിക്കുന്നത് ഇത് അത്രയും ക്രൗഡഡ് അല്ല. ബാക്കി ഒരുപാട് അടിപൊളി മോൾസ് ഉള്ളതുകൊണ്ട് ഈ മോൾസിൽ അധികം തിരക്കില്ല. നമുക്ക് പക്ഷെ വേണ്ടത് ഫുഡാണ്. ഫുഡിന് സൂഷിയുടെ സ്ഥലമുണ്ട്, അങ്ങോട്ടാണ് പോകുന്നത്. ഇതിൻ്റെ അകത്ത് എവിടെയാണ് എല്ലാം ഉണ്ട് കേട്ടോ, എല്ലാം ഉള്ളൊരു മോളാണ്. പക്ഷേ ഇറ്റ്സ് മോർ ദാൻ ദാറ്റ് ബ്യൂട്ടിഫുൾ. ഈ ഒരു ഏരിയ പറഞ്ഞില്ലേ, കംപ്ലീറ്റ് ഗ്രീനറി ആണ്. ലുംഫിനി പാർക്ക് ആണെങ്കിലും ദ വോൺ ആണെങ്കിലും എല്ലാം എവിടെ നോക്കിയാലും കുറേ ചെടികളും ഇതുപോലെ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ കാണാൻ പറ്റിയ ഒരു സ്ഥലമാണ്. എന്തൊരു രസമാണ് ഈ ഫുഡ് കോർട്ട് എന്നൊക്കെ. ഓക്കെ, ഇത്രയും വർഷം 10 വർഷമായിട്ട് ഏകദേശം വരുന്നുണ്ട് ബാങ്കോക്കിൽ. 12 വർഷമായിട്ട് ഇതുവരെ ഈ ഒരു മോളിൽ വന്നിട്ടില്ല. എന്ത് ബ്യൂട്ടിഫുള്ളാ. പക്ഷെ ഞങ്ങൾ ഇതൊക്കെ മാറ്റിയിട്ട് നേരെ സൂഷിറോയിലേക്കാണ് പോകുന്നത്. ഇതുകൊണ്ടല്ലോ കൊറിയൻ ഫ്രൈഡ് ചിക്കനൊക്കെ കണ്ടിട്ട് കൊതിയാവുന്നുണ്ട്. പക്ഷെ പ്രിൻസിനെ കൊണ്ട് ഞങ്ങൾക്ക് സൂഷി ഇന്ന് തീറ്റിക്കും ഞങ്ങൾ. സോ ഇതിൽ നമ്മൾ ഇവിടെ കൂടെ ഞാൻ കുറേ കാണിച്ചിട്ടുണ്ട്, അത് ഡീറ്റെയിൽ കാണിക്കില്ല. നമ്മൾ ഇതിൽ കൂടെ ഓർഡർ ചെയ്യും, നമ്മുടെ സാധനങ്ങൾ ഇതുപോലെ വരും, നമ്മുടെ സാധനങ്ങൾ എത്തി. സൂഷി കഴിക്കാൻ പോവാണ് അങ്ങോട്ട്. ഇത് ബീഫ് റിബാണ്. അതാണ് പറഞ്ഞത്, ഇഷ്ടപ്പെടാത്തവർക്കും സൂഷി ഇവിടെ ഇഷ്ടപ്പെടും. കാരണം ഫിഷ് മാത്രമല്ല, ബീഫ്, പോർക്ക്, ചിക്കൻ, ഫ്രൈഡ് ചിക്കൻ, KFC പോലത്തെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പൊ ഒരു ഇത്തിരി അറിയാത്ത കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കണ്ട. അതുള്ള കാര്യമൊന്നുമില്ല. നോക്ക്, ചോപ്സ്റ്റിക്ക് പിടിക്കുന്ന നോക്ക്. മതി മതി മതി, കൈ വെച്ച് കഴിച്ചാൽ മതി. ജെഫ്രി ഉണ്ടെങ്കിൽ നന്നായി കഴിക്കുമല്ലോ ചോപ്സ്റ്റിക്ക് വെച്ച്. പ്രിയ അത് നശിപ്പിക്കും, കൈ വെച്ച് കഴിക്കുക. അപ്പൊ ഫസ്റ്റ് ബൈറ്റ് ഓഫ് പ്രിൻസിന്റെ എക്സ്പെക്ടേഷൻ. അതെ, ഇത് ശരിക്കുള്ള സൂഷി അല്ല, ഇത് നമുക്ക് ഇഷ്ടപ്പെടുന്ന സൂഷിയാണ്. അടിപൊളിയല്ലേ? അതേ പറഞ്ഞത് ഇഷ്ടപ്പെടുന്നത്. പ്രിൻസ് ഒന്നും ഒട്ടും അടുക്കാത്തത് ഇങ്ങനത്തെ ഫുഡിന്റെ അടുത്ത്. അടിപൊളിയല്ലേ? അപ്പൊ ടു എക്സ്പെരിമെന്റിങ് മോർ ആൻഡ് മോർ ഫുഡ് ഇനി അടുത്ത ഒരു 20 ദിവസത്തേക്ക് അല്ലേ? സൂപ്പർ, നല്ല ടേസ്റ്റ് ആയിട്ടാണ്. ഇത് ബീഫ് റിബ, ഗ്രിൽഡ് ബീഫ് റിബ് വിത്ത് റൈസ്. റൈസിലൊരു ലെമണും അതിനൊക്കെ ഫ്ലേവർ ഉള്ളതുകൊണ്ട് ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് ഫ്ലേവറാണ് നമ്മുടെ ആൾക്കാർക്ക്. റോ ഒന്നും ഇഷ്ടമല്ലാത്തവർക്ക് ദൈവമൊന്നും ഓരോ സാധനങ്ങൾ നമ്മുടെ അല്ലാട്ടോ. അടിപൊളിയല്ലേ? ഒട്ടും പറ്റാത്തവർക്ക് സൂഷി റോയിലെ ചിക്കൻ ഫ്രൈ പോരെ. ഇതൊക്കെ ആർക്കും ഇഷ്ടപ്പെടാത്ത ചോറും ചിക്കൻ ഫ്രൈയും പോരെ, അതുവരെ ഉണ്ട് ഇവിടെ. ഇതെന്താണെന്ന് അറിയോ? ഇത് ഇവരുടെ പുതിയൊരു ഐറ്റം ആണ്, തായ് ചിക്കൻ കറിയാണ്. ഫ്രൈ അല്ലേ സാധാരണ, ഇതിപ്പോ കറി പോലത്തെ ഒരു സംഭവം. റോ ഒന്നല്ല കേട്ടോ, പ്രോപ്പർ തായ് കറി. നമ്മുടെ കോക്കനട്ട് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു സംഭവം. കുറച്ച് സ്പൈസി ആവാൻ സാധ്യതയുണ്ട്. അതും അടിയിൽ റൈസും സറൗണ്ടഡ് ബൈ സീ വീഡ്. So you have so much of variety, amazing service, unlimited drinks for like 40 baht. അതൊരു 19 rupeesന് 90 or 100 rupeesന് അൺലിമിറ്റഡ് ഡ്രിങ്ക്സ്. ആ ഡ്രിങ്ക്സ് ഒക്കെ നമുക്ക് ഇതിൽ ഏത് വേണമെങ്കിലും മാറ്റി എടുക്കാം. ഇപ്പോൾ ആദ്യമേ കോക്ക് എടുത്താൽ പിന്നെ ഐസ് ടീ എടുക്കാം, അങ്ങനെ പല സാധനങ്ങളും എടുക്കാം. ഒരു ആവറേജ് പ്രൈസ് ഞങ്ങൾ ഓർഡർ ചെയ്ത എല്ലാത്തിനും 2 പീസ്, ഇതുപോലെ 2 പീസിന് 40 baht, so 100 രൂപയാണ്. ഇറ്റ് ഈസ് വെരി ചീപ്പ്. കൂടെ അവരുടെ പാട്ടും ഇടയ്ക്കിടയ്ക്ക് കഴിച്ചിട്ട് ഇന്നതെ വേണമെന്ന്. ഇവിടെ വന്നു കഴിഞ്ഞാൽ സത്യം പറയുന്നത് നിങ്ങൾ ആയിരിക്കും ദില്ലോ കഴിക്കുന്നത്. അല്ല കേട്ടാ, പ്രിയാണ്. തനിക്കറിയെങ്കിൽ താൻ എന്നോട് ചോദിക്കും താൻ ആരാണെന്ന്, ഞാൻ ആരാണ്. ഇപ്പൊ അത് കഴിക്കുക. സ്വീറ്റ് പൊട്ടാറ്റോ ആണെന്ന് തന്നെ നോക്ക്, കളർ കണ്ടിട്ട് സ്വീറ്റ് പൊട്ടാറ്റോ ആണെന്ന് തോന്നുന്നു. ഇത് ക്രോസാൻ പോലത്തെ ഒരു ബണ്ണിന്റെ അകത്ത് സ്വീറ്റ് പൊട്ടാറ്റോ ആണ്. അല്ലേ കണ്ട, അകത്ത് സ്വീറ്റ് പൊട്ടാറ്റോ. ഇവിടെ എന്ത് കഴിച്ചാലും എന്റെ എക്സ്പ്രഷൻ അത് തന്നെയായിരിക്കുള്ളൂ. പോവാം, എനിക്ക് വേണ്ട, ഞാൻ ചോക്ലേറ്റ് വാങ്ങിയിട്ടുണ്ട്. ട്രിപ്പ് കഴിയുമ്പോഴേക്കും പ്രിയയുടെ സ്കൂട്ടർ പെട്ടി മറ്റേ സർവീസ് ചെയ്യാൻ കയറ്റേണ്ടി വരും. അത്രയധികം ഓടും കേട്ടോ ഇത്. ഏകദേശം എൻ്റെ ആക്ച്വലി ബൈക്കില്ലേ, അതിൻ്റെ അത്രയും തന്നെ മിക്കവാറും ഇത് ഓടും ടോട്ടലാവുമ്പോൾ. നമ്മളപ്പോൾ തിരിച്ചതേ റൂമിലേക്ക് പോവാണ്. അവിടുത്തെ പൂളൊന്ന് എൻജോയ് ചെയ്യണം. അതിന് രാത്രി വീണ്ടും ചില്ല് ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്നതായിരിക്കും. ഇവിടുന്ന് നമ്മുടെ ഹോട്ടൽ കാണാം, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെന്നാണ് കേട്ടത് ഇവിടുത്തെ പൂള്. അത് എസ്പെഷ്യലി സൺസെറ്റ് ടൈമിൽ. ഇവിടെ ആക്ച്വലി ഒരു നല്ല ജിമ്മുണ്ട്. അപ്പം ഞാൻ തിരിച്ചു വന്നു, ജിമ്മിൽ ഇപ്പം പോവാൻ പോവാണ്. പക്ഷേ ഇവിടുത്തെ ഹൈലൈറ്റ് ബെസ്റ്റ് ഇൻഫിനിറ്റി പൂൾ എന്നാണ് പറയുന്നത്. ലുക്ക് അറ്റ് ദിസ് വ്യൂ, എന്ത് രസമാണ് നോക്ക്. നേരെ ലുംഫിനി പാർക്കിലേക്കുള്ള ഒരു വ്യൂ ആണ്. ഇൻഫിനിറ്റ് പൂള് പോലെ. ആൻഡ് യു ഹാവ് എ സൈഡ് കഫേ ലൈക്ക് ദിസ്. സൂപ്പർബ് നോ? എന്തൊരു ആംബിയൻസ് ആണ് നോക്ക്. എന്തേ എൻ്റെ ബർത്ത്ഡേക്ക് നിങ്ങളാണ് ആഘോഷിക്കുന്നത് ഇവിടെ? ഇവരാണ് ഫുൾ ചില്ലി കേട്ടാ. ഞാനാണെങ്കിൽ വ്ളോഗിങ് ഇറക്കില്ല. ഓ, അറിയാമെങ്കിൽ ഇവിടെ കിടന്ന് ഇപ്പൊ നീന്തി മലർന്ന് മറ്റേ ഒളിമ്പിക്സിൽ പോയി. അത് സത്യ ഒന്നുമല്ല, എപ്പോഴെങ്കിലും ഫുള്ള്. അതെ, സെറ്റപ്പ് അല്ലേ ഹോട്ടല് അല്ലേ?
ഫുൾ ബാങ്കോക്ക് ഒന്നും കാണാൻ പറ്റില്ല. ആ അതിന്റെ മുമ്പിൽ പാർക്ക്, ഫുൾ സെറ്റാ. അപ്പൊ മാറിക്കോ, എഴുന്നേറ്റ് പോ റൂമിൽ പോയിരിക്കും. നിങ്ങള് വെള്ളത്തിൽ ചാടിയാൽ അവിടുത്തെ വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇറങ്ങി പറയാം, ഡീപ്പൊന്നും അല്ല. ഡ്രസ്സൊക്കെ ഇവിടുന്ന് വാങ്ങാം. ഇറങ്ങത്തില്ല, ചുമ്മാ ഒരു എക്സ്ക്യൂസ് പറയാം, വ്യൂ കാണിച്ചു തരാം കേട്ടാ. സോ ഗൈസ് ഇപ്പം ട്വൈലൈറ്റ് ലൈറ്റിംഗ് ആയി. എന്തൊരു ഭംഗിയാ നോക്ക്. പക്ഷെ ഞാൻ ആ ലുംഫിനി പാർക്കിന്റെ വ്യൂ ആണ്. ഞങ്ങൾക്ക് വൈകുന്നേരം അവിടെ വാക്കിന് പോകണമെന്നുണ്ട്, പക്ഷെ സ്വിമ്മിംഗ് പൂളിൽ തന്നെ ഇരിക്കാന്ന് വിചാരിച്ചു. ലുക്ക് അറ്റ് ദ വ്യൂ ഫ്രം ദി എഡ്ജ് ഓഫ് ദ പൂൾ. എന്തൊരു ഭംഗിയല്ലേ നമുക്ക്. ദിസ് ഇസ് ദ വ്യൂ ഫ്രം ദ എഡ്ജ് ഓഫ് ദ പൂൾ. ഷോ വാട്ട് എ സ്റ്റണിങ് വ്യൂ, വാട്ട് എ സ്റ്റണിങ് പ്ലേസ് ഓവറോൾ. നമ്മുടെ പൂള് ആൻഡ് ദിസ് വ്യൂ. സോ എനിക്ക് ആക്ച്വലി സജസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്കിപ്പോൾ ഒരു സിറ്റി ഹോട്ടൽ ഇൻ ദ അത്രയും ക്രൗഡഡ് അല്ലാത്തൊരു സ്ഥലം എന്ന് പറയുമ്പോൾ നമ്മുടെ ഷിയാമും സുക്കുമ്പത്തും അല്ലാതെ കുറച്ച് ദൂരം, പക്ഷെ തൊട്ടടുത്ത് മെട്രോ ആക്സസ് വേണം, ഇതുപോലെ ഫുൾ ഡേ ചില്ല് ചെയ്യണം, കുറച്ച് ഒന്ന് റിലാക്സ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു റിസോർട്ട് ഫീലിംഗിൽ കിട്ടുന്ന ഒരു അടിപൊളി ഹോട്ടലാണ് ഇത്. ഇതിൻ്റെ പേരെന്തായിരുന്നു? എസ്സോ ബാങ്കോക്ക്. ഗൈസ് അങ്ങനെ രാത്രിയായി. ഞാൻ ഇത്രയും നേരം ഞാൻ പൂളിൽ സ്പെൻഡ് ചെയ്യുന്ന ആദ്യമായിട്ടാണ്. ഏകദേശം ഒരു 1.5 hours സ്പെൻഡ് ചെയ്തു. കുറേ നീന്തി, നല്ല ലോങ് പൂളാണ്. അവിടെ നിന്ന് ഇവിടം വരെ നല്ല ലെങ്ത് ഉണ്ട്. ടോട്ടലി എൻജോയ്ഡ്. ഇനി ഏതെങ്കിലും ഒരു നൈറ്റ് മാർക്കറ്റിലും കൂടെ പോയി ഒരു ഫുഡ് മസാജും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഐ തിങ്ക് സോ ഇറ്റ് ബി എ പെർഫെക്റ്റ് ഒരു റിലാക്സിങ് ഹാപ്പി ബർത്ത്ഡേ. ഇത് നോക്കി, രാത്രി ആയപ്പോൾ ഇവിടെ രാവിലെ ചെടിച്ചട്ടിയായിരുന്നു. രാത്രി ആയപ്പോൾ ഒരു ആംബിയൻസ് മാറ്റി വീട്ടിൽ അങ്ങ് മുകളിലേക്ക് കിടക്കുവാണ് അങ്ങോട്ട്. ഞങ്ങളൊന്ന് രാത്രിയാകുമ്പോൾ വെളിയിലേക്ക് ഇറങ്ങുവാണ്. പക്ഷേ ഐ ജസ്റ്റ് ഡോണ്ട് വോണ്ട് ടു ലീവ് ദിസ് പ്ലേസ്. ഞാൻ കുടിക്കില്ലെങ്കിലും ദ വൈബ് ഇൻ ദിസ് പ്ലേസ്, നോ ഇറ്റ്സ് സംതിങ് എൽസ്. ശരിക്കും ബോള എന്താ ഒരു യൂത്ത് എനർജി, വൈബ്, ലക്ഷറി, എസ്തെറ്റിക് എല്ലാം ഒരു ഹൈ എനർജി പ്ലേസ് ആണ്. നോട്ട് വെരി റിലാക്സിങ്, ഒരു ഹൈ എനർജി, ഹൈ വൈബ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഇത്. സോ ബ്യൂട്ടിഫുൾ. നോ ഞങ്ങളത് അടുത്ത് തന്നെ മെട്രോ സ്റ്റേഷൻ ഉണ്ട്, അങ്ങോട്ട് പോവാം. സോ ഞങ്ങൾ സുക്കുമത്തിൽ ടെർമിനൽ 21 അടുത്ത് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു പുതിയ നൈറ്റ് മാർക്കറ്റ് തുടങ്ങിയിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ഗൂഗിളിൽ ക്ലോസ്ഡ് ആണെന്ന് കാണിക്കുന്നു. അങ്ങോട്ടൊന്ന് പോവാണ്. ഇവിടെ ഈ പുതിയ നൈറ്റ് മാർക്കറ്റ് ഫുഡിന് നല്ല സ്ഥലമാണ്. പിന്നെ സിറ്റിയുടെ നടുക്ക് തന്നെയാണ്, ഈസിലി ആക്സസിബിൾ ആണെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു. സോ അത് ഓപ്പൺ ആണെങ്കിൽ നല്ലൊരു ലൊക്കേഷൻ ആയിരിക്കും. അധികം ട്രാവൽ ചെയ്യാതെ സിറ്റിയുടെ നടുക്ക് തന്നെ ഒരു നൈറ്റ് മാർക്കറ്റ് ഉണ്ടെങ്കിൽ. ഗൈസ് സോ ഇതായിരുന്നു നൈറ്റ് മാർക്കറ്റ്. എനിക്ക് തോന്നുന്നു തുടങ്ങിയതും അടച്ചതൊക്കെ ഒരുമിച്ചായിരുന്നു. പുതിയ നൈറ്റ് മാർക്കറ്റ് ആയിരുന്നു. മേ ബി റിനോവേഷൻ പോലെ ആയിരിക്കും. ഇതിൻ്റെ പേര് SW1 ആയിരുന്നു. സോ ഇവിടെ ഇല്ല, നമുക്ക് നേരെ ടെർമിനൽ 21 പോവാം. സ്കൂട്ടർ പെട്ടി ഉള്ളതുകൊണ്ട് എനിക്ക് വഴക്ക് കിട്ടുന്നില്ല. അല്ലെങ്കിൽ പറയാം എന്നെ ചുമ്മാ നടപ്പിച്ചു തന്നു. ആ ഇതിന് ഏത് മ്യൂസിക് ഉണ്ടെന്ന് അറിയോ? ഫോർമുല 1 ഹാൻഡ് സിമ്മറിന്റെ ഫോർമുല 1 ഇൻട്രോ മ്യൂസിക് ഉണ്ട്. ഓ അതിട്ട് പ്രിയതേ മറ്റേ ബാഗൊക്കെ തോളത്തിട്ട് ഒരു പോക്ക്. ആ വേണം. പിന്നെ ബ്രാഡ് പിറ്റിന്റെ ലുക്ക് വരുള്ളൂ. ഓ ബ്രാഡ് പിറ്റ് ഇങ്ങനെ മുടി കെട്ടിയാന്ന് ആലോചിച്ച് നോക്ക്. പ്രിയ പോപ്പ് മാർട്ടില് ലബൂബ് ഉണ്ടോന്ന് പോയി നോക്കിട്ട് വന്നാലോ? നോക്കിട്ട് വരാം. എന്താ ഈ സംഭവം? ഭയങ്കര മേടിക്കണ്ട. ബൈ എല്ലാം അറിഞ്ഞിരിക്കണം പ്രിയ. നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോ എല്ലാം അറിഞ്ഞിരിക്കണം ലോകത്തിന്റെ. ആ ലബൂബിന്റെ ബാക്കിൽ ഒരു സ്റ്റോറി ഉണ്ട്, അറിയോ? ഇന്റർനെറ്റ് വായിച്ചല്ലേ, വേറെ ഒത്തന്റിക് റിപ്പോർട്ട് ഒന്നും അല്ലല്ലോ. ഒന്നും നോക്കാൻ പോലും പറ്റില്ല. എനിക്കൊന്ന് ക്യൂ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടാ എന്റെ അകത്ത് കയറാനായിട്ട്. ദേ വാങ്ങിക്കൊണ്ടു നോക്ക്. ഇവിടെ ലബൂബിന്റെ കുറെ സാധനങ്ങൾ കാണുന്നുണ്ട്, പക്ഷെ ലബൂബ് ടോയ് കാണുന്നില്ലല്ലോ. ഇത് വേറെയാ, ഇതൊക്കെ വേറെ ലബൂബ് കൊക്കക്കോളയൊക്കെയാ. എന്താണ് ഇതിന്റെ ഇത്രയും ഒരു ട്രെൻഡിങ്? ഓഫ് കോഴ്സ് ആസ് യൂഷ്വൽ ലബൂബ് സ്റ്റോക്ക് ഔട്ട്. ആരുടെങ്കിലും കയ്യിൽ ഒറിജിനൽ ലബൂബ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം എന്താണ് ഇത്രയും വലിയ സംഭവം എന്നത്. ഇവിടെ ബാക്കിയുള്ള കുറെ ഉണ്ട്. ലബൂബിന് തായ്ലൻഡ് സ്പെസിഫിക് മോഡലുണ്ട്. തായ് ഡ്രസ്സൊക്കെ ഇട്ടത്, അതുകൊണ്ടായിരിക്കും ഇവിടെ ഭയങ്കര ഡിമാൻഡ്. ഇതൊക്കെ എന്താവും ലബൂബിന്റെ പെൻസിലും കണ്ട. ഈ നൈക്കിയുടെ റിയാക്ടെക്സ് റിജുവിനേറ്റ് പറഞ്ഞ ഷൂസേ ഷൂസ് അല്ല, ആക്ച്വലി റിക്കവറി ഷൂസ് ആണ്. പക്ഷെ നമുക്ക് മഴയത്തൊക്കെ ഇടാൻ പറ്റിയ ഒരു ഷൂസാണ്. ഇപ്പോഴത്തെ നമ്പർ 1 ഫോം ഷൂ ആണ്. എവിടെയും ഇല്ല സ്റ്റോക്ക്. ഇവിടെയും എനിക്ക് ബ്ലാക്ക് ഇല്ല, ഗ്രേ ഉണ്ടെന്ന് പറയുന്നു. ഭയങ്കര കംഫർട്ടബിൾ ആണ് ഈ സംഭവം. നോർമലി എനിക്ക് സ്നീക്കേഴ്സ് ആണ് ഇഷ്ടം, പക്ഷെ ഇത് ആക്ച്വലി ഒരു ഭയങ്കര നല്ലൊരു ഷൂ ആണ്. നമ്മുടെ
കാലുവേദനയ്ക്കാണെങ്കിലും റിക്കവറി ഷൂസ് ആണ്. ആഫ്റ്റർ വർക്ക്ഔട്ട്, ആഫ്റ്റർ റൺ, ആഫ്റ്റർ എക്സസൈസ്, അല്ലെങ്കിൽ കുറേ നേരം നിൽക്കുന്നു, അതിനൊക്കെ ഉപയോഗിക്കാം. ഇത് ഗുണമെന്ന് വെച്ചാൽ അടിയിൽ നല്ല ട്രാക്ഷനും ഉണ്ട്. സോ നമുക്ക് റോഡിലൊക്കെ നടക്കുമ്പോൾ ഉപയോഗിക്കാം. അതുപോലെ തന്നെ തായ്ലൻഡിലൊന്നും ഞാൻ കഴിക്കാതെ പോകാത്ത സ്ഥലമാണ് ടെർമിനൽ 21 ഫുഡ് കോർട്ട്. വേൾഡ്സ് ബെസ്റ്റ് ഫുഡ് കോർട്ട് എന്ന് തന്നെ 100% ഡിക്ലെയർ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം പറ്റിപ്പോയി. ഞാൻ ക്യാഷിൻ്റെ എല്ലാം കൂടി 200 ബാത്തേ ഉള്ളായിരുന്നു. കാർഡും എല്ലാം മറന്നുപോയി. അപ്പോൾ ഞാൻ 220 ബാത്തുണ്ടായിരുന്നു, അത് മാത്രമേ ഇതിൽ ലോഡ് ചെയ്തിട്ടുള്ളൂ. സോ ദാറ്റ്സ് ലൈക്ക് അറൌണ്ട് 600 റുപ്പീസിന് 3 പേർക്ക് ഇവിടുന്ന് കഴിക്കാൻ പറ്റുമോ എന്ന് നോക്കേണ്ടി വരും. ഇത് 3 റൈസും പോർക്കും എഗ്ഗും കൂടെ എത്രയാ? ഒരെണ്ണത്തിന് 42, അപ്പൊ 126. അപ്പൊ അവിടെ 65 ഓംലെറ്റും ഉണ്ട്. റൈസ് ഇല്ലാഞ്ഞിട്ടും 220 ബാത്തിന് വാങ്ങിയാണ്. പോർക്ക് റൈസ് വിത്ത് എഗ്, ഒരു ഓയിസ്റ്റർ ഓംലെറ്റ്, അതുപോലെ ടോട്ടൽ 3 പോർക്ക് റൈസ്, 2 ഷുഗർ കെയിൻ ജ്യൂസ്. ഇത്രയും സാധനങ്ങൾ വാങ്ങാൻ കിട്ടി പ്രിയ. ഇത്രയും സാധനങ്ങൾ വാങ്ങാൻ കിട്ടും. പ്രിയയുടെ ലൈഫ് ഇൻസ്റ്റാഗ്രാമിൽ തന്നെയാട്ടാ. റിയാലിറ്റിക്കൊന്നും പ്രിയക്ക് ഇമ്പോർട്ടൻസ് ഇല്ല. അതാ പ്രിയയുടെ ലൈഫ് മൊത്തം ഇൻസ്റ്റാഗ്രാമിലാണ്. ബർത്ത്ഡേ ആയിട്ട് എനിക്കൊരു സ്പെഷ്യൽ ഡിന്നർ പോലും വാങ്ങി തരാതെ നോക്കൊരു ഫുഡ് കോർട്ടിൽ കൊണ്ടുവന്നാണ് എന്നെ ട്രീറ്റ് ചെയ്യിപ്പിക്കുന്നത്. ഷെയിം ഓൺ യു പ്രിയ, ഷെയിം ഓൺ യു. ഞാൻ എന്ത് വേണമെങ്കിലും വാങ്ങിച്ചോളാൻ പറഞ്ഞു. എന്തൊരു നുണച്ചിയാ. അതെ, 220 ബാത്തുണ്ട് എല്ലാവരും. കിട്ടുന്ന ഓപ്ഷൻസ് വേറെ എവിടെ കിട്ടും? അപ്പൊ എന്ത് ഞാനും ബർത്ത്ഡേക്ക് മറ്റേ ഒബ്രമോളിലെ ഫുഡ് കോർട്ടിൽ കൊണ്ടുപോകുമ്പോൾ ഇത് തന്നെ പറയണം. ഇതും ഇവിടുത്തെ ഒരു ഏറ്റവും പോപ്പുലർ സ്ഥലമാണ് സ്വെൻസൻസ് എന്ന് പറഞ്ഞാൽ. ഒരിക്കലും സീറ്റ് കിട്ടില്ല, ഇന്നും മിക്കവാറും സീറ്റ് കിട്ടില്ല. 10 മണിയാകുമ്പോൾ ക്ലോസ് ആവും. ഒരിക്കലും കഴിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാകാറില്ല ഇവിടുന്ന്. ഭയങ്കര ടേസ്റ്റി ഐസ്ക്രീംസാണ്. ഇത്ര തവണ സ്വെൻസൻസിൽ വരാൻ നോക്കിയിട്ടുണ്ട്, കുറെ കാലമായിട്ട് വരാൻ പറ്റിയിട്ടില്ല. എനിക്ക് ഓർമ്മയില്ല, ബെറ്റില്ല. അല്ല, ഞാൻ ഒരു അവിടെ വന്നിട്ടുണ്ട്, പക്ഷെ ജെഫ്രിനായിട്ട് വന്നിട്ടുണ്ടെന്ന് ഓർമ്മ. വന്നിട്ടുണ്ട് ഇവിടെ തന്നെയാ. എന്തായാലും ഫോട്ടോ കാണിച്ചാൽ ഇതേ ടേബിളിലാണ് നമ്മൾ ഇരുന്നത്. ഞാൻ അപ്പുറത്തും. പക്ഷെ ഇത്തവണ ഓർഡർ ചെയ്ത സാധനം വേറെ. ഞാൻ ഇട്ടത് ഒരു ഡെനിം ഷർട്ട്. മറവില്ലാന്നോ? അത് എന്നെ കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമേ ഉള്ളൂ മറവില്ലാത്ത. ആ സമ്മതിച്ചു. ഒരു പഴയ ഫോട്ടോ. അപ്പൊ ഇത് തന്നെ ഈ സ്ഥലത്ത് ഏകദേശം ഒരു 6 വർഷം മുമ്പ് വന്ന 4 വർഷം മുമ്പ് വന്ന 2019. അപ്പൊ 6 വർഷമായി. 2019 ഇപ്പോൾ 25 ആയില്ലേ? അപ്പൊ 6 വർഷം മുമ്പ് വന്ന ഫോട്ടോ ഇതേ പ്രിയടയിൽ ഇരിക്കുന്നത്. നോക്ക് പ്രിയനെ. ഓ, ശരിക്കും ഒരു സിനിമ നടി. അതല്ല, അത് മുഖം. ഇത് പുതിയ മുഖം. അവസാനം 2 ഡെസേർട്ട് വന്നിട്ടുണ്ട്. ഇതെന്തായിരിക്കും ഫ്ലേവർ? ടേസ്റ്റ് ചെയ്ത് നോക്ക്. ടേസ്റ്റ് ചെയ്ത് നോക്ക്. ആൻഡ് ലുക്ക് അറ്റ് എനിക്കും പ്രിൻസിനും ഉള്ളത് ഒരു ചോക്ലേറ്റ് മോൾഡ് ഫാന്റസി ആണ്. സോ ഇതിൽ ചോക്ലേറ്റ് വാഫിൾസ്, ക്രീം, ചോക്ലേറ്റ് കോട്ടഡ് ചെറി, ചോക്ലേറ്റ് മോൾട്ടീസസ്, അതിന് അടിയിൽ ലേയേഴ്സ് ഓഫ് ചോക്ലേറ്റ് സോസസ് ആൻഡ് ഐസ്ക്രീം. ഓ, എന്ത് അടിപൊളിയാ. നിങ്ങൾ മസ്റ്റ് ട്രൈ ആണ് സ്വെൻസൻസ് ഐസ്ക്രീം ലവർ ആണെങ്കിൽ. എന്ത് ഫ്ലേവറാണ്? നല്ല ഐഡിയ ഉണ്ടോ? മാംഗോ സ്റ്റിക്കി റൈസ് ഫ്ലേവേർഡ് ഐസ്ക്രീം ആണ്. റൈസും ഉണ്ട്. സംഭവല്ലേ ഇത്? നീ നമ്മുടെ എടുക്ക്. സ്പൂൺ കിട്ടിയില്ലേ? അവിടെ നോക്ക്. ക്രീം, ഒരു ചോക്ലേറ്റ് ബോള്, അടിയിൽ ചോക്ലേറ്റ് സോസ്, ഇതെല്ലാം കൂടെ ഇങ്ങനെ ഒരു വലിയ സ്കൂപ്പ് എടുത്ത്. ഓ, ഹെവൻ, ചോക്ലേറ്റ് ഹെവൻ. ഓ, ഓക്കെ. സോ ബാക്ക് ടു ദ റൂം. അങ്ങനെ ബർത്ത്ഡേ വലിയ ഫുഡും വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലാതെ കഴിഞ്ഞിരിക്കുവാണ്. പക്ഷെ ആദ്യമായിട്ടാണ് ദില്ലുവിന് ബർത്ത്ഡേക്ക് ഒന്നും ഗിഫ്റ്റ് തരാതെ ഒരു ബർത്ത്ഡേ ആഘോഷിക്കുന്നത് അല്ലേ? അതെ. പക്ഷെ ബാങ്കോക്കിൽ വന്നത് തന്നെ വലിയൊരു ഗിഫ്റ്റ് ആണ്. സുഷിറോ ആൻഡ് സ്വെൻസൻസ് കിട്ടിയില്ലേ, അത് തന്നെ വലിയൊരു ഗിഫ്റ്റ്. എത്ര വർഷത്തിന് ശേഷം നമ്മളത് കഴിച്ചത് അല്ലേ? പിന്നെ ഇവിടെ താമസിക്കുന്നത് 2012 അല്ലേ? വലിയവരുടെ റൂമിൽ പോയി കാർഡ് ഇടുക. 2012 തന്നെയാ. എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. 2012 അപ്പൊ ഗയ്സ്, താങ്ക് യു ഫോർ ഓൾ യുവർ വിഷസ്. കുറച്ച് ബാക്കിലോട്ട് നീ നിക്ക്. ഇവിടെ ലൈറ്റ് ഇല്ല, കുറച്ചും കൂടെ പോ ബാക്കില്. ബാഗ് ഉണ്ട്, കുറച്ചും കൂടെ
ഇവിടെ സീലിംഗിൽ ലൈറ്റ് ഒന്നുമില്ല. Okay. കുറച്ച് ഇങ്ങോട്ട് റൈറ്റിലോട്ട് വാ. അപ്പൊ റൈറ്റില് കുറച്ചും കൂടെ റൈറ്റില്. നീ അവിടെ ഒന്ന് ഇരുന്നേ. Oh my God. എങ്ങനെയുണ്ട് എന്റെ സർപ്രൈസ്? എങ്ങനെ ഉണ്ട്? ഞാനിത് ജോജിനോട് പക്ഷേ ഒരു സത്യം പറയട്ടെ, ആ. എനിക്കിത് വാങ്ങിയെന്ന് അറിയായിരുന്നു. എങ്ങനെ? അത് ജോജിൻ എന്നോട് നമ്മൾ അന്ന് ആ ട്രിപ്പ് പോയപ്പോ പറഞ്ഞല്ലേ, ആ ജോജിൻ ടോൾഡ് യു? ജോജി എന്നോട് പറഞ്ഞു എന്റെ സെയിം വാച്ച് വാങ്ങിയല്ലേ എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു അന്ന് വാങ്ങിയില്ല. അന്ന് നോക്കിയതല്ലേ ഉള്ളൂ. ഞാൻ അന്ന് വാങ്ങണം എന്ന് വിചാരിച്ചു, പക്ഷെ അന്ന് നോക്കിയ മാത്രല്ലേ ഉള്ളൂ. പിന്നല്ലേ ഐ ഡിഡ് നോ യു ബോട്ട്. പക്ഷെ ജോജും പറഞ്ഞു പക്ഷെ വാങ്ങിയെന്നാണല്ലോ പറഞ്ഞത്, അങ്ങനെ എന്തോ പറഞ്ഞു. അപ്പൊ ഞാൻ എനിക്ക് പിന്നെ കൺഫ്യൂഷൻ. പക്ഷെ എന്റെ മനസ്സിൽ ജോജി അങ്ങനെ പറയണെങ്കിൽ ഐ തോട്ട് യു മൈറ്റ് ഹാവ് ബോട്ട്. പക്ഷെ കണ്ട ജോജിന് ഞാൻ വച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതൊരു ഭയങ്കര ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് കുറെ നാളായില്ലേ ഇപ്പൊ. പിന്നെ ഇത്രയും നാള് ഞാൻ കഷ്ടപ്പെട്ട് ഒളിപ്പിച്ച് മിണ്ടാണ്ടിരുന്നിട്ട് ജോജിനെല്ലാം പൊളിച്ചിട്ട് എന്റെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞില്ല. ഇപ്പൊ ഞാൻ ആരായി കള്ളാ. ഇത് എന്റെ ജോജിന് കണ്ടപ്പോ തൊട്ടുള്ള ഒരു ആഗ്രഹമാണ് ഈ ഒരു. നമ്മള് ലാസ്റ്റ് ടൈം എവിടെ പോയപ്പോ ഇത് ലാസ്റ്റ് ട്രിപ്പിനെ നോക്കിയതല്ലേ? ലാസ്റ്റ് ട്രിപ്പിന് നമ്മ നോക്കിയതാ. താങ്ക് യു സോ മച്ച്. പക്ഷെ സർപ്രൈസ് പൊളിഞ്ഞല്ലേ? സർപ്രൈസ് പൊളിഞ്ഞാന്നാ? സർപ്രൈസ് പൊളിഞ്ഞ. പക്ഷെ ഇതിന്റെ സന്തോഷം അൺബീറ്റബിൾ. എനിക്ക് അറിയാമെന്ന് തോന്നുന്നു, പക്ഷെ ഇത്ര നാളെ കിട്ടാത്ത ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു. എന്താ തരാത്തെന്നാണ്? അല്ല വാങ്ങിച്ചോന്നാണ്? തോന്നിയതാണോ വാങ്ങിച്ചോ ഇല്ലയോ എന്നുള്ളത് അല്ലേ? കവറ് പൊട്ടിക്കണം. വാങ്ങിച്ചോ ഇല്ലയോ എന്നല്ലേ? അതെ. വേഗാവട്ടെ. ഞാൻ ഇത് കട്ട് ചെയ്തിട്ടോ അപ്പൊ തന്നെ ജോജിനെ വിളിച്ചിട്ട് എന്റെ തെറി പറയണം. കള്ളാ? സൂപ്പർ. കാണിക്ക്. സൂപ്പർ ഡൂപ്പർ. കള്ളാല്ലേ? ജോജിനല്ലേ സെയിം കളറിനോ? അതാണ്. ഇനി ഫുൾ എന്താ പറയുന്നത്, ഒരിക്കലും മറക്കാത്തൊരു ബർത്ത്ഡേ ആയിരിക്കും ഇത്. അതെ അതെ, അടിപൊളി. താങ്ക് യു. അപ്പൊ എല്ലാവർക്കും എന്താ പറയണ്ടേ? അല്ല അപ്പൊ താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ ഓൾ യുവർ വിഷസ്. ആൻഡ് നമ്മൾ ഇവിടെ നിന്ന് ചൈനയിലേക്കുള്ള യാത്ര തുടങ്ങാൻ പോവാണ്. ഇറ്റ്സ് ഗോയിങ് ടു ബി വൺ ഹെക്ക് ഓഫ് എ ട്രിപ്പ്. ഇത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ എല്ലാ വ്ളോഗിലും ഇട്ടാ മതി. അപ്പൊ താങ്ക് യു, ബൈ. അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ബൈ 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 ബൈ. പ്രിൻസ് ഇവിടെ ലൈൻ മാൻ മതി. ബൈ.